വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. സ്ത്രീപക്ഷ ബജറ്റായിരിക്കും ഇത്തവണത്തേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ നിർണായക പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്തിരിക്കുകയാണ് കേരളം. വെളിപ്പാടകലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയ സാഹചര്യത്തിലാണ് നാളെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 6ാമത്തെ ബജറ്റ് അവതരണം. ഇടക്കാല ബജറ്റാണെങ്കിലും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ബജറ്റ് ജനപ്രിയമാകുമെന്നതിൽ സംശയമില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിനായുള്ള സൂത്രവാക്യമാകും നാളെ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന 6ാം ബഡ്ജറ്റ്. കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ ഇടക്കാല ബഡ്ജറ്റ് നൽകും. PM കിസാൻ നിധി 9,000 രൂപ വരെ ഉയർത്തുമെന്നാണ് വിവരം. വനിതാ ശാക്തീകരണത്തിനുള്ള നിർദ്ദേശങ്ങളും ബഡ്ജറ്റിൽ ഇടം പിടിക്കും. തൊഴിൽ സംരംഭകരായ വനിതകൾക്ക് വായ്പ കൂടുതൽ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടികളടക്കം പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. തൊഴിൽ മേഖല കാത്തിരിക്കുന്ന ചില പ്രഖ്യാപനങ്ങളും നാളെ ഉണ്ടായേക്കാം. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കൂടുതൽ തുക സർക്കാർ വകയിരുത്തും. ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനായുള്ള പുതിയ പദ്ധതികൾക്കും ബഡ്ജറ്റിൽ ഇടമുണ്ടാകും. വയോധികരുടെ ക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആരോഗ്യ പദ്ധതികൾ, ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഇവയ്ക്കും ധനമന്ത്രി തയ്യാറാകുമെന്നാണ് വിവരം. റെയിൽ മേഖലയിൽ കൂടുതൽ മുതൽ മുടക്ക് സർക്കാർ പ്രഖ്യാപിക്കും. വാണിജ്യ വ്യാപാര മേഖലയിലെ പുതിയ നികുതി ഇളവുകൾ സംബന്ധിച്ച ആലോചനയും സർക്കാർ ബഡ്ജറ്റിൽ നടത്തിയേക്കാം. 11 മണിക്കാണ് നാളെ ധനമന്ത്രി ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുക. നാളെ 6ാം ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിയുമ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു പുതിയ റെക്കോർഡിന് കൂടി അർഹയാകും. മൊറാർജി ദേശായിക്കൊപ്പം 6 ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച ധനമന്ത്രി എന്നതാകും നിർമ്മല സീതാരാമന് ലഭിക്കുന്ന ഖ്യാതി. അവതരിപ്പിക്കുന്നത് ഇടക്കാല ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടി വരും. ഡൽഹിയിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ അതൊരു ജനപ്രിയ ബജറ്റായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഏവരും കണക്ക് കൂട്ടുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് സംസ്ഥാനം. അതിനിടയിൽ എന്തൊക്കെ ലഭിക്കും എന്നുള്ളത് പ്രധാനമാണ്. റോഡ്, റെയിൽവേ, എയിംസ് തുടങ്ങി കേരളം ഉറ്റുനോക്കുന്ന പദ്ധതികൾ ഏറെയുണ്ട്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് എന്ത് ലഭിക്കും? ജനങ്ങളും പ്രതീക്ഷയിലാണ്. കേൾക്കാം അവരുടെ പ്രതികരണങ്ങൾ. ഈ സ്കോളർഷിപ്പൊക്കെ കുറച്ച് ആഡ് ചെയ്യണം. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ച് പെട്രോളിൻ്റെ വില കുറയ്ക്കണം. കേരളത്തോട് കാണിക്കുന്ന അവഗണന പാടില്ല. രാഷ്ട്രീയ വിവേചനം. കേരളത്തെ സഹായിക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ ബാധ്യത. നികുതി ഇനത്തിലായാലും GSTയുടെ വിഹിതമായാലും എല്ലാം കേന്ദ്രം കവർന്നെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സാമ്പത്തികമായി ഒന്നും ചെയ്യാത്ത ഒരു കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോങ് റൂട്ടുകൾ കുറച്ചും കൂടി നമുക്കിപ്പോൾ തിരുവനന്തപുരം ടു മംഗലാപുരം വരെയാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഇനി കുറച്ചും കൂടി നല്ല അങ്ങനെ പോലെ വളരെ നന്നായി വന്ദേ ഭാരതിൻ്റെ നമ്മൾക്ക് കിട്ടിയത്. ഹോസ്പിറ്റൽ സംഭവങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ ബജറ്റിൽ ഉണ്ടാവണം. ലോക്സഭ ഇലക്ഷനല്ലേ, അപ്പോൾ വല്ലതും കുറയ്ക്കുന്ന വിചാരിക്കുന്നത്. സാധാരണക്കാർക്ക് പറ്റുന്ന ബജറ്റാണെന്ന് വിചാരിക്കുന്നു. റെയിൽവേ, പെട്രോൾ, ഗ്യാസ് എല്ലാം സാധാരണക്കാർക്കെല്ലാം വില കുറയണമെന്ന് വിചാരിക്കുന്നു. നിലമ്പൂർ നെഞ്ചങ്കോട് റെയിൽവേ പ്രാബല്യത്തിൽ വരണം. വന്ദേ ഭാരത് പോലുള്ള പുതിയ പ്രൊജക്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എയിംസ് പോലുള്ള പ്രൊജക്റ്റുകൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഇൻട്രീം ബഡ്ജറ്റാണ്. ജൂലൈയിലാണല്ലോ ആക്ച്വൽ ബഡ്ജറ്റ് വരാൻ പോകുന്നത്. മേ ബി ഫിനാൻസ് സെക്ടറിൽ നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജനമെന്ന പ്രതീക്ഷയിൽ കേരളത്തിന് ഒരു പ്രതീക്ഷകളോ വക കാണുന്നില്ല. കേരളത്തോടുള്ള അവഗണന തീർച്ചയായും അവസാനിപ്പിക്കേണ്ട കാലഘട്ടമാണ്. അതിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ബജറ്റായിരിക്കണം. പാവപ്പെട്ടവർക്ക് മെച്ചം വരണമെങ്കിൽ വില കുറയണം. ക്ഷേമ പെൻഷൻ കൊടുക്കണമെന്നാണ് ഞങ്ങളെ മെയിനായിട്ടുള്ള പ്രതീക്ഷ. കാരണം 4-5 മാസമായിട്ട് അത് മുടക്കുക. ഫുഡ് ഐറ്റംസിന്റെ വില കുറയണമെന്ന് ആഗ്രഹമുണ്ട്. സാധന വിലകളായതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ഒരവസ്ഥ. ഏത് മേഖല പോയിരുന്നാലും തൊഴിലുമില്ല. ജോലിക്കാർക്ക് ജോലി ഉണ്ടെങ്കിലേ നമുക്ക് ഓട്ടങ്ങൾ കിട്ടുള്ളൂ. നമ്മളെ പെൻഷനെല്ലാം നിർത്തി വെച്ചേക്കുന്നത്. ന്യായമായിട്ടുള്ള കാര്യം കിട്ടിക്കൊണ്ടിരിക്കണം. ഇവർ ചോദിച്ചു വാങ്ങിക്കണം. കേന്ദ്രം കേരളത്തെ പഴിക്കും, കേരളം കേന്ദ്രത്തെ പഴിക്കും. ഇങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് സാധാരണക്കാരായ നമ്മളാണ് ഏറ്റവും കൂടുതൽ ബലിയാടാവുന്നത്. ചിലവ് കുറയ്ക്കുന്നൊരു ബജറ്റ് വേണം. നമ്മൾ സാധാരണ വീട്ടമ്മമാർക്കല്ലേ ഇതിൻ്റെ ബുദ്ധിമുട്ട്. ഗ്യാസിൻ്റെ വിലയായാലും ബാക്കി എല്ലാ രീതിയിലും എടുത്തു നോക്കിയാലും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. പ്രതീക്ഷയില്ല. നമുക്ക് എല്ലാവർക്കും ജനങ്ങൾക്ക് ജീവിക്കത്തക്ക രീതിയിലുള്ള ഒരു ബജറ്റായിരിക്കണം വരേണ്ടത്. ഇപ്പോൾ ഉള്ള ഇന്ധന വില വെച്ചിട്ട് പാടാണ് കാര്യം. ഇത്രയും രൂപ 107 രൂപ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. തെരഞ്ഞെടുപ്പ് വന്നതിൻ്റെ എന്തെങ്കിലും ആയിട്ട് 4-5 രൂപ കുറഞ്ഞ 2 മാസത്തേക്ക് തിരിച്ചു പോകുന്നുണ്ടാവും. കേന്ദ്രത്തിൽ നിന്ന് കുറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
കൂടുകയാണെങ്കിൽ എല്ലാവരും വണ്ടി ഓടിക്കുന്ന എല്ലാവരും അതിനെതിരെ പ്രതിഷേധിക്കണം. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകളൊക്കെ തന്നെ പ്രതീക്ഷയിലാണ്. നാളത്തെ നിർമ്മലാ സീതാരാമന്റെ ബജറ്റിനെ ഉറ്റുനോക്കുകയാണ് രാജ്യം. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ സംസ്ഥാനത്തെ സ്വകാര്യ ചെറുകിട അച്ചടി വ്യവസായം അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. പേപ്പറുകളുടെ വില വർധനയും GST നിരക്ക് വർധനയും ഒക്കെയാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി മാറുന്നത്. സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് സമരമുഖത്താണ് ഇന്നവർ. കോവിഡിന് ശേഷം അച്ചടി വ്യവസായം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഈ മേഖലയിൽ 80% തൊഴിൽ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഇവർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. വിലക്കയറ്റക്കെടുതികൾ മൂലം അച്ചടിശാലകൾ അടച്ചുപൂട്ടി ജീവിക്കാനോ വഴിയില്ല. ഈ സമരം നിലനിൽപ്പിനാണ്. അച്ചടി മേഖലയെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ഒരു ദിവസത്തെ ഉപജീവന മാർഗത്തിന് അവധി നൽകിയാണ് ജില്ലാ ആസ്ഥാനത്തിന് മുന്നിൽ ഈ ഇരിപ്പ്. കോവിഡിന് ശേഷമാണ് ഇവരുടെ ജീവിതം ഇങ്ങനെയായത്. 2017 GST നടപ്പിലാക്കിയത് 5% മുതൽ 12% വരെയായിരുന്നു. എന്നാൽ ഇന്നിത് 12% മുതൽ 18% വരെയാണ്. ഇതിവർക്ക് താങ്ങാൻ കഴിയുന്നതല്ല. അസംസ്കൃത വസ്തുക്കളുടെ വില വർധനയും പ്രതിസന്ധിയാണ്. സർക്കാരിൻ്റെ ഈ കോവിഡിന് ശേഷമുണ്ടായ പേപ്പർലെസ് പോളിസി പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഇന്ന് പേപ്പർലെസ് ആണ്. കാരണം ഒന്നും തന്നെ അവർ ആദ്യത്തെ ഫോമുകളോ കാര്യങ്ങളോ അടിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളോട് കോംപ്ലിമെൻ്റ് ഐറ്റംസ് ആയ ഡയറി, കലണ്ടർ ഇങ്ങനെയുള്ള സാധനങ്ങളും സ്റ്റേഷനറി ഐറ്റംസ് ഒന്നും അടിക്കരുത് എന്നുള്ള ഉത്തരവ് വന്നു. ഇതൊക്കെ തന്നെ അച്ചടി മേഖലയിൽ വൻ ജോലി ലഭ്യത കുറവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പലരും കടക്കണിയിലാണ്. GST നിരക്ക് കുറയ്ക്കുക, അച്ചടി മേഖലയെ സംരക്ഷിക്കുക, സർക്കാരുകളുടെ അച്ചടി വിരുദ്ധ നയം തിരുത്തുക, അച്ചടി ജോലികൾ സംസ്ഥാനത്തിന് പുറത്തു നൽകുന്നത് തടയുക എന്നിവയാണ് ആവശ്യം. ഈ മേഖലയുടെ നിലനിൽപ്പിന് കൃത്യമായ ഒരു പ്രിന്റിംഗ് നയം വേണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിവേദനം നൽകാനാണ് സംഘടനയുടെ തീരുമാനം. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. അസംസ്കൃത വസ്തുവായ പേപ്പറിന്റെ നികുതി നിരക്ക് 12% നിരക്കി. അതുപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് 18% നികുതി ഈടാക്കുന്നത് എന്തിനെന്നാണ് പ്രതിഷേധക്കാരുടെ ചോദ്യം. 12% GST നിരക്ക് അച്ചടി ഉൽപ്പന്നങ്ങൾക്ക് ബാധകമാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. കേൾക്കാം ചില പ്രതികരണങ്ങൾ. നമ്മൾ വളരെ പരിതാപകരമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രസിൻ്റെ അവസ്ഥ അത്രയും കഷ്ടത്തിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് ഇറങ്ങുന്നത്. കാരണം കൊറോണ കഴിഞ്ഞതിന് ശേഷം വളരെ ബുദ്ധിമുട്ടാണ്. എത്രയോ പ്രസ്സുകൾ അടച്ചിട്ടും ഞങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ച് നിന്നുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അതും രാത്രിയൊക്കെ വർക്ക് ചെയ്യായിരുന്നു ആദ്യം. ഇപ്പോൾ 5 മണിയാകുമ്പോഴത്തേക്ക് പൂട്ടി പോകേണ്ട ഒരു അവസ്ഥയാണ്. കുടുംബം ബാധിക്കാതെ എടുക്കുമോ? സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോട്ടായി. ഇപ്പോൾ എല്ലാവരും കടത്തി. മാത്രമല്ല ഈ മേഖലയിൽ ദിവസം പ്രതി ഇതിൻ്റെ മാറ്റം വരിക ടെക്നിക്കൽ. അപ്പോൾ അതിനനുസരിച്ച് വരാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോഴത്തില്ല. കാരണം ജോലി കുറവായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ബാങ്ക് ലോൺ എടുത്തിട്ട് കുടിശ്ശിക നിൽക്കുന്ന അവസ്ഥ അപ്പോൾ നിലവിലുള്ളത്. കേരളത്തിൽ വരേണ്ട ജോലികൾ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ജില്ലയിലും വരേണ്ട ജോലികളൊക്കെ നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ വന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ ഇവിടെ ഈ മെറ്റീരിയൽസിൻ്റെ വില ക്രമാതീതമായ വില കൂടുതൽ. പക്ഷേ അന്യ സംസ്ഥാനങ്ങളിലാണെങ്കിലോ അവിടെ ഒരു നിബന്ധനകളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. അതായത് സംസ്ഥാനങ്ങളിലെ പ്രിന്റിംഗ് മേഖലയിൽ തന്നെ ഗവൺമെൻറ് വർക്കുകളും പൊതുമേഖലാ സ്ഥാപന വർക്കുകൾ കൊടുക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് അതില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യമായിട്ട് കാണുന്നത്. ദേശീയപാത 766 വനപാതയിലൂടെയുള്ള രാത്രി ഗതാഗതം നിരോധിച്ച് 1.5 പതിറ്റാണ്ടാവുകയാണ്. വയനാടിനെയാണ് ഇത് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത്. ഈ കേസ് സുപ്രീം കോടതി ഏപ്രിൽ മാസം വീണ്ടും പരിഗണിക്കുമ്പോൾ നിരോധനം മാറ്റേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജില്ല. 3 സംസ്ഥാനങ്ങളുടെ അതിർത്തിയോട് ചേർന്നുള്ള പ്രധാന പട്ടണമാണ് സുൽത്താൻ ബത്തേരി. 2009 വരെ രാത്രികളിലും സജീവമായിരുന്ന നഗരം. 2009 രാത്രിയാത്ര നിരോധനം സുൽത്താൻ ബത്തേരിയെ മാത്രമല്ല മലബാറിലെ എല്ലാ ജില്ലകളെയും ബാധിച്ചിട്ടുണ്ട്. ദേശീയപാത 766 സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗുണ്ടൽപേട്ട് വരെ നീളുന്ന വനപാത 2009 ജൂണിൽ കർണാടകയിലെ ചാമരാജ് നഗർ ജില്ലാ ഭരണകൂടം കൊണ്ടുവന്ന ഉത്തരവ് ഇവിടെ രാത്രിയാത്രയ്ക്കുള്ള വിലങ്ങുതടിയായി. കടുവാ സങ്കേതത്തിലൂടെയുള്ള രാത്രിയാത്ര വന്യമൃഗങ്ങളുടെ സ്വൈരവിഹാരത്തിന് തടസ്സമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിരോധനം കൊണ്ടുവന്നത്. 15 ആണ്ടിലേക്ക് എത്തുകയാണ് നിരോധന കാലയളവ്. ഇതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ അനുഭാവപൂർവമായ ചില ഘടകങ്ങൾ കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ് പ്രതീക്ഷ. അടിയന്തര ഘട്ടങ്ങളിൽ വനപാതയിലൂടെ രാത്രിയിലും വാഹനങ്ങൾ വിടാമെന്ന് കർണാടക വനം മന്ത്രി
ഈശ്വർ ഖാണ്ഡ്രെ പ്രസ്താവിച്ചതാണ് ആശാവഹം. ഇപ്പം രാത്രികാല ഗതാഗത നിരോധനം 766മായി ബന്ധപ്പെട്ട്, പക്ഷെ അതിനകത്ത് കോടതി വ്യവഹാരങ്ങൾ ആണ് ഈ തർക്കത്തിന് പരിഹാരം ഉണ്ടാക്കാതെ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ചില ഇടപെടലുകളൊക്കെ നടക്കുന്നുണ്ട്. MP-യും മറ്റുമൊക്കെ ഇടപെടുകയും കർണാടകയിൽ നിന്ന് ചെറിയൊരു അനുകൂല തീരുമാനം വരുന്നുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ആ വാഹനങ്ങൾ കടത്തിവിടാനുള്ള സമീപനം അവിടെ നിന്നുണ്ടോ, എന്നാലും അത് പൂർണ്ണമല്ല. നിലവിൽ കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും ചുരുക്കം ചില RTC ബസ്സുകൾ മാത്രമാണ് ഇതുവഴി രാത്രിയിൽ സർവീസ് നടത്തുന്നത്. രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് ഗതാഗതത്തിന് നിരോധനം. വയനാടിൻ്റെ ടൂറിസം, വാണിജ്യം തുടങ്ങി സമസ്ത മേഖലയെയും നിരോധനം പിറകോട്ടടിച്ചു. ഏപ്രിൽ മാസം ഈ കേസ് പരിഗണിക്കുമ്പോൾ വയനാട്ടുകാർ ഉറ്റുനോക്കുകയാണ് രാത്രികളിൽ അടയ്ക്കപ്പെടുന്ന വഴി തുറക്കുമോ എന്ന്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇതുവഴി വാഹനങ്ങൾ രാത്രികളിലും കടത്തിവിടാം. ഇതായിരുന്നു കർണാടക വനമന്ത്രിയുടെ പ്രസ്താവന. ഈ പ്രസ്താവനയിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് വയനാട്. പ്രകാശൻ പള്ളത്തിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. മേൽപ്പാലമോ തുരങ്കപാതയോ രാത്രിയാത്രാ നിരോധനത്തിന് പരിഹാരമായി തീരുമാനിച്ച് കോടതി അറിയിച്ചാൽ അംഗീകരിക്കപ്പെടും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. 15 വർഷം നീണ്ട നിരോധനം അവസാനിപ്പിച്ചില്ല എങ്കിൽ വയനാട്ടിലെ കാർഷിക രംഗവും ടൂറിസം മേഖലയും കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകും എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. കേൾക്കാം വയനാട്ടുകാർക്ക് പറയാനുള്ളത്. മാറുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ കച്ചവടം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു, പിന്നെ അത് പറ്റ നിന്ന് പോയില്ലേ. ഇപ്പോൾ പകലും ഇല്ല രാത്രി ഇല്ലാത്തൊരു കണ്ടീഷനാണ്. നമുക്കിപ്പോൾ ഒരു ആശുപത്രിയിലൊക്കെ പോവുകയാണെങ്കിൽ വണ്ടികളൊക്കെ ഇങ്ങനെ ഒരുപാട് വന്ന് കെട്ടിക്കിടക്കുകയല്ലേ. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് വണ്ടി കൊണ്ടു പോകാൻ പറ്റില്ലല്ലോ, വളരെ ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ മൊത്തത്തിൽ പൊതുവെ ഒരു ആരും ഇല്ലാത്തൊരു കണ്ടീഷനായി കിടക്കുകയാണ്. ഇവിടെ മണ്ഡല മകര സീസണിൽ മാത്രമേ കുറച്ച് കച്ചവടങ്ങൾ ഇവിടെ കിട്ടുന്നുള്ളൂ ഇവിടുത്തുകാർക്ക്. പിന്നെ ബത്തേരി ടൗണൊക്കെ ഉറങ്ങിക്കിടക്കുന്നതാണ്. ബത്തേരി ടൗണൊക്കെ ആദ്യം നല്ല വികസനമൊക്കെ ആയിരുന്നു. ഇതിലെ ഫുള്ള് വണ്ടിയിൽ രാത്രി വണ്ടി ഓടുമ്പോൾ നല്ലതാണ്. എൻ്റെ അഭിപ്രായം നല്ലതാണ് തുറക്കുന്നതിൽ. 15 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഞങ്ങളുടെ ഈ റോഡ് എപ്പോഴും 24 hours ലൈവായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ രാത്രി യാത്രാ നിരോധനം വന്നതിൻ്റെ ശേഷം ബത്തേരി ഉറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ യാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ടിട്ട് മന്ത്രി പറഞ്ഞിട്ടുള്ള ഇളവുകൾ എന്തുകൊണ്ടും നാടിനും ഈ ജനങ്ങൾക്കൊക്കെ വളരെ ഉപകാരമുള്ള സംഗതി തന്നെയാണ്. ഇത്രയും പെട്ടെന്ന് ഇളവുകൾ പ്രാബല്യത്തിൽ വരണമെന്നാണ് പ്രത്യേകിച്ച് എല്ലാവരും ജനങ്ങളുടെയും ആഗ്രഹം. ബത്തേരിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ എല്ലാ ഗവൺമെൻറ്റുകളും ഇതിന് വേണ്ട രീതിയിലുള്ളൊരു ഉണർന്ന് പ്രവർത്തിച്ചാൽ ഇവിടെ നല്ലൊരു മാറ്റം വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ജാർഖണ്ഡിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നു. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അറസ്റ്റിനുള്ള സാധ്യത കൂടി വരികയാണ്. റാഞ്ചിയിലെ വസതിക്ക് മുന്നിൽ കൂടുതൽ സേനയെ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. രാജ്ഭവന് മുന്നിലും സേനാ വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കരുതലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. പ്രശ്നമുണ്ടാക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് പോലീസ് നൽകുകയും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില പുതിയ വിവരങ്ങൾ വരുന്നു. അത് പ്രേക്ഷകരെ അറിയിക്കുകയായിരുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ ഒരു സംരംഭകൻ കൂടി പെരുവഴിയിലേക്ക്. തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി പോളിനാണ് സംരംഭം തുടങ്ങാനാകാതെ ജപ്തി നടപടി നേരിടേണ്ടി വന്നത്. ഒരാഴ്ചക്കുള്ളിൽ നൽകേണ്ട പെർമിറ്റും ലൈസൻസും പഞ്ചായത്ത് അധികൃതർ 10 മാസം തടഞ്ഞുവെച്ചതാണ് ഈ കുടുംബത്തെ വൻ ബാധ്യതയിലേക്ക് തള്ളിവിട്ടത്. കടുപ്പശ്ശേരി സ്വദേശി പോളിന്റെയും ഭാര്യ സബിതയുടെയും സ്വപ്നവും ജീവിതവുമായിരുന്നു ഈ സംരംഭം. അവസാനത്തെ ആശ്രയവും ഇപ്പോൾ തുരുമ്പെടുത്തു തുടങ്ങി. ഭാഗികമായി കാഴ്ച പരിമിതിയുള്ള വർഷങ്ങളായി ട്യൂമറിന് ചികിത്സയിൽ കഴിയുന്ന പോൾ തിരിച്ചു കയറാനാകാത്ത വിധം കടക്കണിയിൽപ്പെടാൻ ഒറ്റ കാരണമേ ഉള്ളൂ: ഏതാനും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ. പോളും ഭാര്യ സബിതയും ചേർന്ന് ആരംഭിച്ച ടിഷ്യൂ പേപ്പർ നിർമ്മാണ കമ്പനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകേണ്ട പെർമിറ്റും ലൈസൻസും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചത് മൂലം യന്ത്രങ്ങൾ നശിച്ച് സ്ഥാപനം പൂട്ടിപ്പോയതാണ് ഇവരെ 20 ലക്ഷത്തിലധികം രൂപയുടെ കടക്കാരാക്കിയത്. പഞ്ചായത്തിന് ഞങ്ങൾ 2-ാം മാസം അപേക്ഷ കൊടുത്തു. പെർമിറ്റിനും പിന്നെ വീട് ഞങ്ങളുടെ പേരിലേക്ക് മാറ്റുന്നതിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് 45 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ 45 ദിവസം കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു പെർമിറ്റ് ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അപ്പം വീടിൻ്റെ ഇത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിൻ്റെ പേപ്പർ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പം പഴയ ഇതിൽ തന്നെ ഞാൻ വീടിൻ്റെ ഇത് മാറ്റി തരാമെന്ന്, ഓണർഷിപ്പ് ചേഞ്ച് തരാമെന്ന് പറഞ്ഞു. സെക്രട്ടറി സമ്മതിച്ചില്ല. അപ്പം തന്നെ ആൾ ആ പേപ്പർ വലിച്ചീറി കളഞ്ഞു. കൊരട്ടിയിലാണ് മാരിയോൺ ടിഷ്യൂ പേപ്പർ നിർമ്മാണ യൂണിറ്റ് ആദ്യം തുടങ്ങിയത്.
പ്രളയത്തിൽ സ്ഥാപനം 5 ദിവസം മുങ്ങിക്കിടന്നതോടെ യന്ത്രങ്ങൾ നശിച്ചു. കടുപ്പശ്ശേരിയിലെ സ്വന്തം വീടിന്റെ മുറ്റത്തേക്ക് കുടിൽ വ്യവസായ മാതൃകയിൽ സ്ഥാപനം പുനരാരംഭിക്കാൻ ശ്രമം തുടങ്ങിയത് 2021 ജനുവരിയിൽ. വേളൂക്കര പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട് വിവരമറിയിച്ചു. ബാങ്കിൽ നിന്നും വായ്പയെടുത്തും മറ്റും 250 ചതുരശ്രയടിയിൽ ഷെഡ് കെട്ടി യന്ത്രങ്ങൾ സ്ഥാപിച്ചു. പെർമിറ്റ് ലഭിക്കാൻ അപേക്ഷയും നൽകി. ഗ്രീൻ കാറ്റഗറിയിൽപ്പെട്ട സംരംഭമായതിനാൽ 7 ദിവസത്തിനുള്ളിൽ പെർമിറ്റ് ലഭിക്കേണ്ടതാണെങ്കിലും ഇവരുടെ അനുഭവം മറ്റൊന്നാണ്. മാക്സിമം കൂടി വന്ന 10 ദിവസം അതിനു വേണ്ടിയിട്ട് ഇത്ര മാസം വൈകിപ്പിച്ചു. 4-ാം മാസം ഇവർ ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു, വീട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് പിന്നീടാണ് അറിയുന്നത്. പിന്നീട് എന്തുകൊണ്ടാണ് 20 പാനലിൽ ഞങ്ങളെ കൊണ്ട് ഈ വീടിന്റെ പൈസ അടപ്പിച്ചത്. വായ്പാ തിരിച്ചടവ് മുടങ്ങി, ഓർഡറുകളെല്ലാം നഷ്ടമായി. സ്ഥാപനം കടക്കണിയിലായ ശേഷമാണ് പെർമിറ്റും ലൈസൻസും അനുവദിച്ചത്. ഇതിനിടെ ഭാര്യ സബിതയ്ക്കും ക്യാൻസർ സ്ഥിരീകരിച്ചതോടെ കുടുംബം കൂടുതൽ പ്രതിസന്ധിയിലായി. മെഷീനറിയുടെ പാർട്സുകളും സാധനങ്ങളൊക്കെ ഊരി പിന്നെ വീട്ടുപകരണങ്ങളൊക്കെ കൊടുത്ത് ഇപ്പം അത്യാവശ്യം ഉപയോഗിക്കേണ്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കൊടുക്കാൻ ഇനി ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കണം. ജീവിക്കാൻ വേറെ മാർഗമില്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയില്ല. മതിയായ രേഖകളില്ലാതിരുന്നാലാണ് പെർമിറ്റ് നൽകാത്തതെന്നായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയുടെ വാദം. കടക്കണി കൂടിയതോടെ ജപ്തിക്ക് നടപടി തുടങ്ങുകയാണെന്ന് ബാങ്കിൽ നിന്നും അറിയിപ്പ് കിട്ടി. മാസം 2 ലക്ഷത്തോളം രൂപ വരുമാനം ഉണ്ടായിരുന്നിടത്ത് നിന്നാണ് പോളും കുടുംബവും ഇപ്പോൾ പെരുവഴിയിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ജീവിതത്തിന്റെ കണക്കുകൂട്ടൽ പിഴച്ച പോളിപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ്. തൃശൂരിൽ നിന്നും ബിനേഷ് ബാബുരാജിനൊപ്പം അജീഷ് ജയകുമാർ, 24. ഇനിയൊരു ഇടവേളയിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. അതിനു മുമ്പ് കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോയാൽ നാളത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രേക്ഷകർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ജോസ്വിൻ ജോസഫ് പറയുന്നു, പെട്രോളിനും ഡീസലിൻ്റെയും ഗ്യാസിൻ്റെയും ഒക്കെ വിലയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ജോസ്വിൻ ജോസഫിൻ്റെ ചോദ്യം. അതുപോലെ പ്രസാദ് നെന്മാറ എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു, 500 രൂപയും കൊണ്ട് കടയിൽ പോയി എന്തെങ്കിലും 4 സാധനങ്ങൾ വാങ്ങിയാൽ 500 തീർന്നു. ഒരു 10 രൂപ പോലും മാറ്റിവെക്കാൻ പറ്റാത്ത അവസ്ഥയായി. മാസത്തിൽ 4-5 പണിയായി ചുരുങ്ങി, പണിയില്ലാത്ത അവസ്ഥയുമുണ്ട്. എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഒരഭിപ്രായമായി കുറിക്കുന്നത്. ഷമീസ് സുലൈമാൻ എന്ന് പറയുന്ന പ്രേക്ഷക പറയുന്നു, സംസ്ഥാന ബജറ്റ് പ്രമാണിച്ച് എന്തൊക്കെ സാധനങ്ങൾക്കാണ് വില കൂടാൻ പോകുന്നത്? അതൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. നാളത്തെ ബജറ്റിനായി നമുക്ക് കാത്തിരിക്കുകയാണ്, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഏതൊക്കെ മേഖലകൾക്കാണ് തല്ല്, ഏതൊക്കെ മേഖലകൾക്കാണ് തലോടൽ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നാളെ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിനൊരു ജനപ്രിയ സ്വഭാവം ഉണ്ടാകുമെന്ന് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നുണ്ട്. നമുക്കത് കണ്ട് തന്നെ അറിയണം. കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ പോവുകയാണ്. രാജേന്ദ്രൻ വയല എന്ന് പറയുന്ന പ്രേക്ഷകൻ ചോദിക്കുന്നു, 24ന്റെ സംസ്ഥാന സമ്മേളനം വലിയ വിജയമായി മാറി, ഇനി ജില്ലാ സമ്മേളനങ്ങൾ എന്ന് മുതലാണ് നടത്തുക എന്ന് ചോദിക്കുന്നു. തീർച്ചയായും സംസ്ഥാന സമ്മേളനം ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ രീതിയിലുള്ള വിജയമാക്കി പ്രേക്ഷകർ മാറ്റി. അതിനുള്ള സന്തോഷം, നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ജില്ലാ സമ്മേളനങ്ങൾ നടക്കും, ഇനി താലൂക്ക് തലത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തീയതി സമയമൊക്കെ ആവുന്ന മുറയ്ക്ക് അത് പ്രേക്ഷകരെ കൃത്യമായി അറിയിക്കുകയും ചെയ്യും. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇനി പതിവ് സെഗ്മെൻറ്റിലേക്കാണ് കിടക്കുന്നത്. നമുക്ക് ചുറ്റും പ്രകാശമാകുന്ന, പ്രചോദനമാകുന്ന ചില വാർത്തകളുണ്ട്. അത്തരത്തിലൊരു വാർത്തയിലേക്കാണ് ഇനി കാണാം ബി പോസിറ്റീവ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ കുട്ടികൾക്കായി പാർക്ക് ഒരുക്കി ആരോഗ്യവകുപ്പ്. പൂമ്പാറ്റ എന്ന പേരിലാണ് പുതിയ പാർക്ക്. കമ്പ്യൂട്ടർ ഗെയിം ഉൾപ്പെടെ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പാർക്കിനൊപ്പം മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കാനായി വിവിധ പദ്ധതികൾക്ക് കൂടി ആശുപത്രിയിൽ തുടക്കമായിട്ടുണ്ട്. ആശുപത്രിയിലെത്തുന്ന കുട്ടികൾക്ക് ഇനിയൊരല്പനേരം പാർക്കിൽ ചെലവഴിക്കാം. കമ്പ്യൂട്ടർ ഗെയിം കോർണർ, ഗെയിം ഏരിയ, പ്ലേ ഏരിയ തുടങ്ങി കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളൊക്കെയുണ്ട് പാർക്കിൽ. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ 15 ലക്ഷം രൂപ CSRF ഫണ്ട് ഉപയോഗിച്ചാണ് പൂമ്പാറ്റ എന്ന കുട്ടികളുടെ പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് പാർക്ക് കുട്ടികൾക്കായി തുറന്നു നൽകി. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പുറമെ രണ്ടാമതൊരു ബേൺസ് യൂണിറ്റ് കൂടി ജനറൽ ആശുപത്രിയിൽ തുടക്കമാവുകയാണ്. ഇൻഷുറൻസ് ഡെസ്ക്, പാലിയേറ്റീവ് കെയർ എന്നിവ കൂടുതൽ വിപുലപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ചികിത്സയ്ക്കൊപ്പം തന്നെ കുട്ടികളുടെ മാനസികോല്ലാസം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആശുപത്രിയിലെ ഈ പാർക്കിന്റെ നിർമ്മാണം. വിനീത VG, 24, കൊച്ചി. എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ ഇത് മികച്ച അഭിനന്ദനാർഹമായ ഒരു ഇടപെടൽ തന്നെയാണ്.
എറണാകുളം ജനറൽ ആശുപത്രിയിൽ കുട്ടികൾക്കായി പാർക്ക് വരുന്നു. അതിന് പൂമ്പാറ്റ എന്നുള്ള പേര് നൽകുന്നു. അവിടെ കമ്പ്യൂട്ടർ ഗെയിം ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങുന്നു. കൂടുതൽ ഇടങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വിപുലീകരിക്കാൻ കഴിയട്ടെ. ആരോഗ്യവകുപ്പിന് എന്തായാലും അതുമായി ബന്ധപ്പെട്ട അഭിനന്ദനവും നമ്മൾ ഈ ഘട്ടത്തിൽ നേരുകയാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ, വർഷങ്ങളായി കുടിവെള്ളക്ഷാമം മൂലം പൊറുതിമുട്ടുന്ന പാലക്കാട് മലമ്പുഴ പറച്ചാത്തിയിലേക്കാണ് ജനകീയ വാർത്താവേദി ഇനി കടന്നു ചെല്ലുന്നത്. വർഷങ്ങളായി കുടിവെള്ളക്ഷാമത്തിനൊരു പരിഹാരം തേടി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നുണ്ട് പ്രദേശവാസികൾ. ഇപ്പോൾ മലമ്പുഴ ഡാമിലെ വെള്ളത്തെ ആശ്രയിക്കുന്ന ഇവർക്ക് വേനൽ കടുക്കുന്നതോടെ അതും ലഭിക്കാതെയാകും. മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളിൽ ഒന്നാണ് കുടിവെള്ളം. ആ കുടിവെള്ളം എന്ന ആവശ്യം ഉന്നയിച്ചാണ് ഇവിടെ കുറേ മനുഷ്യർ വർഷങ്ങളായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നത്. വരാൻ പോകുന്നത് കൊടും വരൾച്ചാ കാലമായിരിക്കും. എങ്ങനെ അതിജീവിക്കുമെന്ന് ഇവിടെയുള്ള മനുഷ്യർക്ക് അറിയില്ല. വർഷം ഒന്നും രണ്ടുമല്ല, 2014 ശേഷം കുടിവെള്ള പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് പറച്ചാത്തി നിവാസികൾ. പരിമിതികൾ ഏറെയുണ്ട്. ഏത് നിമിഷവും നിലംപൊത്താവുന്ന കൂരകളിലാണ് മിക്കവരുടെയും താമസം. ആ വീടുകളിലാണ് പ്രാഥമിക അവകാശമായ കുടിവെള്ളം കൂടി എത്താതിരിക്കുന്നത്. രാവിലെ 1 മണിക്കൂർ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊന്നും കിട്ടില്ല. പിന്നെ വൈകിട്ട് ഒരു 6 മണിയാണ്. ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. വെള്ളത്തിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാത്തിൻ്റെയും ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ. ശല്യം, പുലി, പിന്നെ രാത്രി റോട്ടിൽ കൂടി ഒന്നും നടക്കാൻ പറ്റില്ല. പിന്നെ നമുക്കൊരു ഇരിക്കാനൊരു വീടില്ല. വാട്ടർ അതോറിറ്റി കണക്ഷൻ വഴി രാവിലെയും വൈകിട്ടും 1/2 മണിക്കൂർ വെള്ളം കിട്ടുന്നതൊഴിച്ചാൽ മറ്റ് ആവശ്യങ്ങൾക്കെല്ലാം മലമ്പുഴ ഡാമിലെ വെള്ളത്തെ ആശ്രയിക്കണം. ഇത്തവണ ഡാമിലും വെള്ളം കുറവായതിനാൽ ഫെബ്രുവരി പകുതിയാകുമ്പോഴേക്കും തന്നെ പ്രതിസന്ധി രൂക്ഷമായേക്കുമെന്നാണ് വിലയിരുത്തൽ. വെള്ളം വളരെ കുറവാണ്. വേറെ വെള്ളം എവിടെയും പോയി കൊണ്ടുവരാൻ പറ്റില്ല. കാരണം കിണറുകളെല്ലാം ഉരുളുപൊട്ടൽ വന്ന് വെള്ളമൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അത് കാരണം വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടിയിൽ വെള്ളം കൊണ്ട് തീരുണ്ടെങ്കിലും ഇവിടെ കൊണ്ടൊഴിക്കാറൊന്നുമില്ല. 3-4 വർഷമായി ഇങ്ങനെ വെള്ളം തീരില്ലാണ്ടായിട്ട്. പഞ്ചായത്തിൽ പരാതി നൽകിയപ്പോൾ തോട്ടത്തിന് സമീപത്തെ പഞ്ചായത്ത് കിണർ നന്നാക്കി നൽകാമെന്ന മറുപടിയാണ് ലഭിച്ചത്. പലകുറി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്ത ജനതയാണ് ഇവിടെയുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ രാഷ്ട്രീയ പ്രതിനിധികൾ തയ്യാറാകുന്നില്ലെന്ന പരാതിയും ഇവർക്കുണ്ട്. മുൻകാലങ്ങളിൽ മലമ്പുഴ ഡാമിലെ കുടിവെള്ളത്തെ ആശ്രയിച്ചിരുന്നവർക്ക് ഇത്തവണ ആ സാധ്യത ഉണ്ടാകില്ലെന്ന് നന്നായി അറിയാം. അത്രമേൽ കുറവാണ് ഡാമിലെ ജലനിരപ്പ്. അതുകൊണ്ട് തന്നെ ഇത്തവണ മറ്റെന്തെങ്കിലും ബദൽ സൗകര്യങ്ങൾ തങ്ങൾക്ക് ഒരുക്കി നൽകണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. രാജീവ് സുദേവിനൊപ്പം മലമ്പുഴയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. കഴിഞ്ഞ 10 വർഷത്തിനിടെ വോട്ട് ചോദിച്ചെത്തിയവരോടെല്ലാം പ്രദേശവാസികൾ ചോദിച്ചത് കുടിവെള്ളം മാത്രമാണ്. എന്നാൽ വാഗ്ദാനം നൽകി മടങ്ങുമെന്നല്ലാതെ പ്രശ്നപരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കേൾക്കാം പ്രതികരണങ്ങൾ. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ആകെ 10 മിനിറ്റ് 15 മിനിറ്റ് മോട്ടർ വെള്ളം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വെള്ളവും ഇല്ല. ഒരാൾ ഉള്ളു പറഞ്ഞ് മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് വരുന്നവർക്ക് വെള്ളവും അത് കാരണം ബുദ്ധിമുട്ട് തന്നെയാണ്. പ്രളയം വന്നു കഴിഞ്ഞാൽ അതൊരു വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വേറെ. വെള്ളത്തിന് പറഞ്ഞാൽ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ വെള്ളമൊക്കെ വാടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടില്ല. അതൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. കുടിവെള്ളത്തിന് ഭയങ്കര ഇതാണ്. പ്രദേശത്തിന് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ 3-ാം വാർഡും 4-ാം വാർഡും എല്ലാം കുടിവെള്ളത്തിൻ്റെ ഭയങ്കര പ്രശ്നമുള്ള സമയം. ഇനി വരുന്ന വേനൽക്കാലത്ത് ഒട്ടും വെള്ളമില്ലാത്തൊരവസ്ഥയാണ്. പ്രാവശ്യം മഴയും ഇല്ലല്ലോ. കിണറുകളെല്ലാം ഏകദേശം ഉള്ള കിണറുകളൊക്കെ പറ്റി. കേട്ടറ്റ് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാൻ വൈകുന്നത് മൂലം ഉദ്യോഗാർത്ഥികൾക്ക് PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായില്ല. അപേക്ഷിക്കാനുള്ള കാലാവധി ഇന്ന് അവസാനിച്ചതോടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് LP UP PSC പരീക്ഷ നഷ്ടമാകും. PSCക്ക് അപേക്ഷിക്കാനുള്ള കാലാവധി നീട്ടുകയും പരീക്ഷാ ഫലം വേഗത്തിലാക്കുകയും ചെയ്താൽ മാത്രമേ ഇനി പരീക്ഷ എഴുതാനാകൂ. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് എന്ത് കാര്യം? ചോദിക്കുന്നത് ഇത്തവണ കേട്ടറ്റ് പരീക്ഷ എഴുതിയ 50,000-ഓളം വരുന്ന വിദ്യാർത്ഥികളാണ്. പരീക്ഷാ റിസൾട്ട് വന്നാൽ ഇത്തവണത്തെ PSC പരീക്ഷ എഴുതാമെന്നതായിരുന്നു ഇവരുടെ പ്രതീക്ഷ. പക്ഷേ കേട്ടറ്റ് റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ഡിസംബർ 29, 30 തീയതികളിലാണ് കേട്ടറ്റ് പരീക്ഷ നടന്നത്. LP UP PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയാണെങ്കിൽ ഇന്നും. DLED BEd കോഴ്സുകൾ കഴിഞ്ഞ വിദ്യാർത്ഥികൾ അധ്യാപക യോഗ്യത പരീക്ഷയായ കേട്ടറ്റ് എഴുതി റിസൾട്ട് കാത്തിരിക്കുകയാണ്. LP
UP PSCക്ക് അപേക്ഷിക്കണമെങ്കിൽ കേട്ടറ്റ് പരീക്ഷ വിജയിക്കണം. റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വൈകിയത് മൂലം നിരവധി വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പരീക്ഷാഭവനാണ് കേഡറ്റ് നടത്തുന്നത്. ഇവർക്ക് കഴിഞ്ഞ പ്രാവശ്യം അധ്യാപകർക്കായിട്ട് സ്പെഷ്യൽ എക്സാം വെച്ചു. അത് അധ്യാപകർക്ക്, സർവീസിലെ അധ്യാപകർക്ക് കേഡറ്റ് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഓൾക്ക് പാസ്സാൻ വേണ്ടി വേറൊരു എക്സാം വെച്ചത് കൂടി നമ്മളെ എക്സാം ബാക്കിലായി. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ നോട്ടിഫിക്കേഷൻ വിളിച്ചതും എക്സാം നടത്തിയതും. ഈ സർവീസിലുള്ളവർക്ക് ഒപ്പം തന്നെ ഞങ്ങൾ എക്സാം നടത്തിയിരുന്നെങ്കിൽ ഞങ്ങൾ റിസൾട്ട് പെട്ടെന്ന് വരുമായിരുന്നു. അതായത് ഒരു ഡിസംബർ മുമ്പ് തന്നെ ഞങ്ങൾ റിസൾട്ട് വരുമായിരുന്നു. പരാതിയുമായി വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ലെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. വിദ്യാഭ്യാസ മന്ത്രി നമ്മളൊരു വലിയൊരു പ്രതീക്ഷ വെച്ചിട്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയെ പോയി കാണുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് കിട്ടിയ വാക്ക് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം പ്രയാസപ്പെടുത്തുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്, സാറേ ഞങ്ങൾക്ക് ഇങ്ങനെ PSC പരീക്ഷൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാര മാർഗം കാണിച്ചു തരണം എന്നുള്ള രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാറ് ഭാഗത്തു നിന്ന് കിട്ടിയത്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ PSC പരീക്ഷ എഴുതണ്ട എന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. ഈ വർഷത്തെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ LP UP PSC പരീക്ഷയ്ക്കായി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതിനിടെ പ്രായപരിധി കണക്കിലെടുത്ത് അടുത്ത പരീക്ഷയിൽ നിന്ന് പലരും പുറത്താകുന്ന അവസ്ഥയും ഉണ്ടാകും. റിസൾട്ട് എന്ന് വരുമെന്ന കാര്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അറിവുമില്ല. ഇവരുടെ ആശങ്ക അകറ്റണമെങ്കിൽ PSCക്ക് അപേക്ഷിക്കാനുള്ള കാലാവധി നീട്ടണം. കൂടാതെ റിസൾട്ട് വേഗത്തിൽ പ്രസിദ്ധീകരിക്കുകയും വേണം. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. 4 വർഷത്തിനു ശേഷമാണ് LP UP തസ്തികകളിലേക്ക് PSC അപേക്ഷ ക്ഷണിച്ചത്. ഇനി ഒരു അവസരത്തിനായി വർഷങ്ങൾ കാത്തിരിക്കേണ്ടിയും വന്നേക്കാം. പ്രായപരിധി കണക്കിലെടുത്താൽ അടുത്ത പരീക്ഷയിൽ നിന്ന് പലരും പുറത്താകും എന്നാണ് ഉദ്യോഗാർത്ഥികളെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യം. ചില പ്രതികരണങ്ങളിലേക്ക് കൂടി. എനിക്ക് ഇനി അവസരങ്ങളുണ്ടെങ്കിലും പലരും ലാസ്റ്റ് അവസരമായി കാണുന്ന ഒരു PSC എക്സാമാണ് ഈ വരുന്നത്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേറ്റിലാണ് ഞാൻ ഈ കേഡറ്റ് എക്സാം എഴുതിയത് കൊണ്ട് തന്നെ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കിട്ടും, PSC എഴുതാൻ കഴിയും. അങ്ങനെ പലരും, ധാരാളം അധ്യാപക വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ എക്സാം എഴുതാൻ വേണ്ടി. ഒന്നെങ്കിൽ പരീക്ഷാ ഭവന് പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ കീ ഇറക്കിയിട്ട് PSC ഇതിൻ്റെ കാലാവധി കുറച്ചുകൂടി നീട്ടുക, അല്ലെങ്കിൽ PSC ഒരു ആൻസർ കീ ഇറങ്ങിയതിന് ശേഷം ഒരു ആഴ്ചയോളം കുറച്ച് ദിവസം അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം ഈ അധ്യാപക വിദ്യാർത്ഥികൾക്ക് നൽകുക. എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥയ്ക്കായി മാറിക്കഴിഞ്ഞേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് തന്നെ നമുക്ക് അറിയുന്നില്ല. ഇപ്പം നമ്മൾ വിദ്യാഭ്യാസ ബോർഡിനെ പോയി കാണുമ്പോൾ തന്നെ, മന്ത്രിയെ പോയി കാണുമ്പോൾ തന്നെ മന്ത്രിൻ്റെ ഭാഗത്തു നിന്നുള്ള സംസാരവും ആ രീതിയിലാണ് വന്നത്. അതായത് നിങ്ങൾ എഴുതണ്ട എന്നുള്ളത് തന്നെയാണ് വന്നത്. PSCൻ്റെ ഡേറ്റ് നീട്ടി, LP UP PSC നീട്ടി തന്നാൽ മാത്രമാണ് നമുക്ക് ഇനി എന്താണ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതിയിട്ടും കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ് ഇപ്പോൾ. ജാർഖണ്ഡിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ അറസ്റ്റിന് സാധ്യത എന്ന അഭ്യൂഹം നിലനിൽക്കുന്നതിനിടെ കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഭരണകക്ഷി MLA-മാരുമായി ജാർഖണ്ഡ് ഗവർണർ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ന് രാത്രി 8 മണിക്കായിരിക്കും ആ കൂടിക്കാഴ്ച നടക്കുക എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ മറ്റൊരു വിവരം കൂടി, അത് പിറവം നഗരസഭാ ഭരണം LDFന് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. അട്ടിമറി വിജയം UDF നേടിയിരിക്കുന്നു. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ UDFിലെ ജിൻസി രാജു വിജയിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നു. രാവിലെ നടന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഏലിയമ്മ ഫിലിപ്പിന്റെ വോട്ട് അസാധുവായിരുന്നു. തുടർന്നാണ് നറുക്കെടുപ്പ് നടന്നത്. LDF 14, UDF 13 എന്നിങ്ങനെയായിരുന്നു അവിടുത്തെ കക്ഷിനില. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. നിയമനം നൽകാത്തതിൽ പ്രതിഷേധിച്ച് PSC സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ജേതാക്കൾ വീണ്ടും സമരം നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് പ്രതിഷേധിച്ചത്. കാലാവധി തീരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ ബാക്കി നിൽക്കെ നിയമനം നൽകാത്തതാണ് ഉദ്യോഗാർത്ഥികളുടെ ആശങ്കയ്ക്ക് കാരണം. സമരത്തിന് പിന്തുണയുമായി UDF നേതാക്കളും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തി. 2019 നിയമന വിജ്ഞാപനത്തിൽ ജോലിക്ക് അപേക്ഷിച്ച പരീക്ഷ എഴുതി പാസ്സായി ശാരീരിക ക്ഷമതയും കടന്ന ജോലിക്കായി കാത്തിരിക്കുകയാണ് ഒരുപറ്റം യുവാക്കൾ. 1 വർഷം കഴിയുമ്പോഴും കാലാവധി തീരാറാകുമ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനാണ് ഈ യുവാക്കളുടെ വിധി. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സിവിൽ പോലീസ് ഓഫീസർ ഉദ്യോഗാർത്ഥികൾ തുടർച്ചയായി സമരം ചെയ്യുകയാണ്. ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരം നഗരത്തിലെ സെക്രട്ടേറിയറ്റിന് മുന്നിലും നിയമസഭയ്ക്ക് മുന്നിലും പാളയം രക്തസാക്ഷി മണ്ഡപത്തിലും പ്രതിഷേധങ്ങൾ പലത് നടത്തി. കൂടാതെ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. സർക്കാരിന്റെ ജനകീയ പരിപാടിയായ നവകേരള സദസ്സിലെ 140 മണ്ഡലങ്ങളിലും ഉദ്യോഗാർത്ഥികൾ പരാതിയും നൽകി. ആവശ്യം ജോലിയാണ്. 2019 വിജ്ഞാപനം ചെയ്ത സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്ക്
പരീക്ഷയും കായികക്ഷമതയും പാസ്സായി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട നിരവധി ഉദ്യോഗാർത്ഥികളാണ് നിയമനം ലഭിക്കാത്തതിൽ നിരന്തരമായി പ്രതിഷേധം നടത്തുന്നത്. 13,000-ഓളം പേർ ഉൾപ്പെട്ട ലിസ്റ്റിൽ ആകെ 21% പേർക്കാണ് നിയമന ഉത്തരവ് ഇതുവരെ ലഭിച്ചത്. അതായത് വെറും 3,000 പേർക്ക്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും എല്ലാ വിദ്യാർത്ഥികളും അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതുന്നൊരു പരീക്ഷയാണ് സിവിൽ സർവീസ് എക്സാം. ഒരു വർഷം കൊണ്ട് അവർക്ക് പ്രിലിംസും മെയിൻസും നടത്തി റാങ്ക് ലിസ്റ്റ് ഇട്ട് നിയമനം നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ വളരെ ചെറിയൊരു തസ്തികയായ CPO-യിൽ പ്രിലിംസും മെയിൻസും നടത്തി 4 വർഷം നമ്മുടെ തുലയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. 26 വയസ്സ് വരെ ഏജ് ലിമിറ്റുള്ള ഈ ഒരു പരീക്ഷയിൽ 4 വർഷം ഈ പരീക്ഷയ്ക്ക് മാത്രമായി ചിലവായതോടെ നമുക്ക് 90% പേരും ഏജ് ഓവർ ആയിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു തസ്തികയാണ് സിവിൽ പോലീസ് ഓഫീസറുടേത്. സാമ്പത്തിക പ്രതിസന്ധിയായതിനാൽ നിയമനം നടത്താൻ കഴിയില്ലെന്നതാണ് സർക്കാരിന്റെ അനൌദ്യോഗിക വാദം. 2 ഘട്ടങ്ങളിലായി പരീക്ഷ എഴുതി വിജയിച്ച റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് ഈ ഉദ്യോഗാർത്ഥികൾ. 78 ദിവസം മാത്രമാണ് ഇനി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. കാലാവധി തീരുന്നതിന് മുൻപ് നിയമനം നടക്കുമോ എന്നാണ് ഉദ്യോഗാർത്ഥികൾ ഉറ്റുനോക്കുന്നത്. പ്രതിഷേധ സൂചകമായി കഴിഞ്ഞ ദിവസം പാളയം മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഉദ്യോഗാർത്ഥികൾ അണിനിരന്ന തൊഴിലില്ലാ ചങ്ങലയും സംഘടിപ്പിച്ചു. സൂചന പണിമുടക്കുന്ന രീതിയിലാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധം. പ്രതിഷേധ സൂചകമായി നടുറോഡിൽ പുഷപ്പ് എടുത്തു യുവാക്കൾ. പ്രതിഷേധ സമരത്തിന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും കുണ്ടറ MLA PC വിശ്വനാഥും സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി. സഭയിൽ ഉദ്യോഗാർത്ഥികളുടെ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് MLA ഉറപ്പ് നൽകി. അശാസ്ത്രീയ പരിഷ്കാരത്തിന്റെ ഇരകളാകേണ്ടി വന്നവരാണ് ഈ ഒരു 4 ടെസ്റ്റ് എഴുതേണ്ട സമയമാണ് ഈ പുതിയ പരിഷ്കാരത്തിന്റെ പേരിൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടത്. ആര് സമാധാനം പറയും? സേനയെ ശക്തിപ്പെടുത്താൻ നിയമനങ്ങൾ ആവശ്യമെന്ന് സംസ്ഥാന പോലീസ് മേധാവി തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിയമനം നടത്തേണ്ടതില്ലെന്ന നിലപാടിലാണ് സർക്കാർ. അപ്പോഴും യുവാക്കൾക്ക് കൂടുതൽ തസ്തിക സൃഷ്ടിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകി തെരഞ്ഞെടുക്കപ്പെട്ട ജനകീയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ഈ ഉദ്യോഗാർത്ഥികൾ. എന്നിട്ടും ആവശ്യം സർക്കാർ കണ്ടില്ലെന്ന് നടിച്ചാൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് നീക്കം. പലതവണ പരാതികൾ നൽകി, പ്രതിഷേധിച്ചു, സൂചനാ സമരം നടത്തി, മന്ത്രിമാരെയും MLA-മാരെയും മാറി മാറി കണ്ടു. എന്നിട്ടും പരിഹാരമായില്ല. ഇനിയും ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വലിയ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാനൊരുക്കുകയാണ് ഈ യുവാക്കൾ. നന്ദകിഷോറോടൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. 13,000-ഓളം പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏകദേശം 3,000 പേർക്കാണ് നിയമനം കിട്ടിയത്. ഏപ്രിൽ മാസത്തിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതാണ് ഉദ്യോഗാർത്ഥികളെ ആശങ്കയിലാക്കുന്നത്. സർക്കാരിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ട് എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ചില പ്രതികരണങ്ങളിലേക്ക്. ഏകദേശം 10,235 ഉദ്യോഗാർത്ഥികളോളം ഈ ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിക്കാനുണ്ട്. അതിൽ ഭൂരിഭാഗം പേരും ഏജ് ഓവറായി. ഒരേ വ്യക്തി തന്നെയാണ് മറ്റു ഒരുപാട് റാങ്ക് ലിസ്റ്റുകളിൽ ഇടം പിടിക്കുന്നത്. ഇതേ വ്യക്തിക്ക് പല റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ പോകുന്നതായിരിക്കും. ടോട്ടൽ അഡ്വൈസിന്റെ കണക്ക് പറയുമ്പോൾ ഈ അഡ്വൈസുകൾ ഗവൺമെന്റ് എടുക്കുന്നതായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഒരേ വ്യക്തി ഒരു ആൾക്ക് ഒരു പോസ്റ്റിന് അല്ലെങ്കിൽ ഒരു തസ്തികയ്ക്ക് മാത്രമാണ് ജോലി ചെയ്യാൻ സാധിക്കുന്നത്. LTS, LGC, LGS, അതുപോലെ ഫയർമാൻ, എക്സൈസ്, ഈ ലിസ്റ്റുകളെല്ലാം നോക്കിയാൽ തന്നെ കാണാം 3 വർഷത്തോളം കാലാവധിയുള്ള ലിസ്റ്റുകളിൽ പോലും ഇപ്പോൾ 1 വർഷം കാലാവധി ഉള്ളപ്പോൾ തന്നെ 50% നിയമനം നടന്നിട്ടുണ്ട്. അതുപോലെ 1 വർഷം കാലാവധിയുള്ള എക്സൈസിന്റെ റാങ്ക് ലിസ്റ്റും ഫയർമാൻ്റെ റാങ്ക് ലിസ്റ്റ് നോക്കിയാലും അതിലും ഇപ്പോൾ തന്നെ 50-60% മേൽ നിയമനം നടന്നു. പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ മാത്രം 1 വർഷം കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റ് 10 മാസത്തോളം ആകാൻ പോകുന്നു. എന്നിട്ട് പോലും 25% താഴെ. 2019 ഞങ്ങൾ ലാസ്റ്റ് ചാൻസ് ആയിട്ട് പരീക്ഷ എഴുതിയ ആൾക്കാരാണ്. അതുപോലെ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഈ ലിസ്റ്റിൽ തന്നെ നിലവിലുണ്ട്. അപ്പോൾ അവരെ പരിഗണിക്കാതെ വീണ്ടും പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ട് ഈ ഒരു പ്രഹസനമായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ പൊതുജനം കഴുതിയ LSR പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.